ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു ബിരിയാണി വ്ളോഗാണ്. ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കില്ലേ? ശരിയല്ലേ? ആദ്യം നമ്മുടെ ചിക്കൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കട്ട് ചെയ്തൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ വെള്ളം ഒന്ന് പോട്ടെ. ഈ ഗ്ലാസ്സിലൊരു 3 ഗ്ലാസ് അരിയായിട്ട് നമ്മൾ എടുക്കുന്നത്. ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്താൽ മതിയെ. അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്, വെള്ളമൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ മസാലകൾ ആഡ് ചെയ്യാം. അപ്പം നമ്മളിന്ന് പൊരിച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നു. പൊടികൾ: മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി ഒന്നും ഇല്ല കേട്ടോ. മഞ്ഞപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുറച്ച് പെപ്പർ പൗഡർ ഇടാം. മസാല ഇടാം. മസാല വരട്ടിട്ടോ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചിക്കൻ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അത് ചൂടാ ഒന്ന് കഴിച്ചോക്കാ. അപ്പോൾ നമ്മുടെ സവാളൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. കാഷ്യൂനട്ട്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതെന്താണെന്ന് അറിയിക്കത്തെ സന്തോഷം. കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതാ, ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഫ്രഷ് ആയിട്ട് ഇരിക്കണ്ടോ. ഹായ്. 2 ടീസ്പൂൺ നെയ്യ്, ജീരകം, 2 കുരുമുളക്. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക്. ആ റൈസ് നല്ല ആ റൈസിലേക്ക് കിട്ടുക. ഈ റൈസ് ഒന്ന് പൊട്ടട്ടെ. ആ പൊട്ടണ വരെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് പൊട്ടണ വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ റൈസിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഗീ റൈസിനുള്ളത്. അപ്പോൾ നമ്മൾ 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ചൂടാക്കിയ വെള്ളമാണ് ഒഴിക്കണത്. വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ റൈസ് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടെടുക്കാം. മൂടി വെച്ച് കുക്ക് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല വെക്കാനാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം സവാള വേണം. സവാള സെറ്റാക്കട്ടെ കേട്ടോ. ആഹാ, നമ്മുടെ ഗീ റൈസൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഓ, സൂപ്പറായിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളമുണ്ട്, അതൊന്നും കൂടെ ഒന്ന് വലിയട്ടെ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യും. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വെച്ച കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാതിരിക്കും നമുക്ക്. നമ്മുടെ ജിഞ്ചർ ഗാർലിക് മിക്സ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുതിന മല്ലിച്ചപ്പ് മിക്സ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ട് നല്ലോണം. ഈ ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്തോട്ടോ. അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് ദമ്മിടുക. അതുകൊണ്ട് ഇതിനോട് പരിപാടിയായിരുന്നു. നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ടയേർഡാവും. അപ്പോൾ നമ്മൾ ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടി ഞം എന്തെങ്കിലും കഴിക്കണം. ഓക്കെ, ഈ ചിക്കനിൽ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നടുക്കിലായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് ദമ്മിടുമ്പോൾ. നമുക്ക് റൈസ് ഒന്ന്
കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. അതിന് മുകളിൽ ദം ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന് മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ നമുക്കൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ബിരിയാണി ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ബിരിയാണിയൊക്കെ സെറ്റായി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ദമ്മ് പൊട്ടിക്കാട്ടെ നമുക്ക്. ബിരിയാണി സെറ്റായിട്ടോ കണ്ടോ, നല്ല മണം കിട്ടാം. നമുക്ക് കഴിച്ച് നോക്കാം. കുറച്ച് അച്ചാറും കച്ചമ്പറും ഒക്കെ കൂടിയിട്ട് കഴിച്ച് നോക്കാം. സൂപ്പറായി കേട്ടോ. ഒരു ടൈം ഞാനൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ.